തുലാം പകുതി പിന്നിട്ടിട്ടും മഴ മാറി നിന്ന തിരുവനന്തപുരം നഗരത്തിൽ അപ്രതീക്ഷിതമായാണ് ഇന്നലെ രാത്രി മഴ തകർത്ത് പെയ്തത്. 2 മണിക്കൂർ തുടർച്ചയായി മഴ പെയ്തപ്പോൾ നഗരം വെള്ളത്തിനടിയിലായി. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിലും ബസ് സ്റ്റാൻഡ് പരിസരത്തും കിഴക്കോട്ടയിലുമെല്ലാം വെള്ളം തന്നെ. പക്ഷേ ഏറ്റവും ദുരിതക്കാഴ്ച തമ്പാനൂരിൽ നിന്ന് ബേക്കറി ജംഗ്ഷനിലേക്ക് പോകുന്ന SS കോവിൽ റോഡിലായിരുന്നു. മുട്ടോളം വെള്ളത്തിൽ വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും പോകാൻ കഴിയാത്ത അവസ്ഥ. കടകളിലേക്കും തൊട്ടടുത്ത വീടുകളിലേക്കും മാലിന്യം കലർന്ന വെള്ളം കയറി. കോവിൽ റോഡിൽ ഈ അവസ്ഥ ഇന്നലെ മാത്രമല്ല, എല്ലാ മഴക്കാലത്തുമുള്ളതാണ്. എല്ലാവരുടെയും ഒപ്പിട്ട് ഞങ്ങൾ ശേഖരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ അതിനുള്ള ഒരു വെള്ളം പൊങ്ങി ഓടയിലെ മാലിന്യവുമായി കലർന്നാണ് കടകളിലേക്കും വീടുകളിലേക്കും എത്തുന്നത്. ഈ ഓടയിലൊക്കെ ഈ കുഴിയിലൊക്കെ കാണുന്ന വേസ്റ്റൊക്കെ ഹോട്ടലിൽ നിന്ന് പറഞ്ഞ വേസ്റ്റാണ്. അതാണ് ഈ വെള്ളം കെട്ടുന്ന കാരണം. ഈ മഴ നിന്നാലും പെയ്താലും ഈ വെള്ളം കുറയില്ല. വെള്ളം മാത്രമാണ്, ചവർ മാത്രമാണെങ്കിലും സഹിക്കാം. അതിവിടെ ഊർന്നതും വരും. ഭരണസ്ഥിര കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന്റെ ഏതാനും വാര അകലെയാണ് നഗരത്തിലെ ഈ പ്രധാന പാത. മന്ത്രിമാരും ജനപ്രതിനിധികളും സ്ഥിരമായി ഇതിലേ പോകുന്നു. ഒരു ചെറിയ മഴയിൽ പോലും ഇവർക്കുണ്ടാകുന്ന ദുരവസ്ഥ കാണാൻ അവർക്കാകുന്നില്ല എന്നതാണ് ഇവരുടെ പരാതി. മീഡിയ 1 തിരുവനന്തപുരം.